ഉപാസകൻ മരണസമയത്ത് ബുദ്ധിമുട്ടുമോ? അങ്ങനെ ഒരു ചോദ്യമുണ്ട്. പലപ്പോഴും ഉപാസകൻ യാതൊരു കാരണവശാലും മരണസമയത്ത് ബുദ്ധിമുട്ടുന്ന വിഷയമല്ല. പക്ഷേ ശാക്തേയ സമ്പ്രദായത്തിലൊക്കെ നമ്മൾ പറഞ്ഞു കേൾക്കുന്ന ഒരു സംസ്കാരമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ശാക്തേയ പൂജയിൽ പങ്കെടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ ശക്തി പൂജയിലൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ മരണത്തിന് ബുദ്ധിമുട്ടുണ്ടാവും എന്ന് പറയും. അത് ജീവനുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ്. ഉപാസന എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പ്രാണനപാനം വ്യാനോദാനം സമാനം ഒക്കെയാണ്. അപ്പം നമ്മൾ പറയുന്ന ദേവതകളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പം ഞാൻ നേരത്തെ പറയാറുണ്ട്, ഈ ബോധം ഗണപതിയായിട്ട് ബോധത്തെ പറയാറുണ്ട്. ആ ഗുളികൻ എന്ന് പറയുന്നതും ബോധം തന്നെയാണ്. അപ്പം നമ്മുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളിലാവാം. നിങ്ങൾ മരണത്തിന് പൂർണ്ണമായും തയ്യാറാവുമ്പോഴേ നിങ്ങൾ മരിക്കും. നമ്മളുടെ പൂർവികരൊക്കെ മരണത്തെ നാളെ ഞാൻ മരിക്കും, അല്ലെങ്കിൽ ഈ കർക്കിടക മാസം കഴിയില്ല എന്നൊക്കെ നേരത്തെ മരണത്തെ നിശ്ചയിച്ച് നിർവചിച്ച് മരിച്ച ആൾക്കാരാണ് നമ്മൾ പൂർവികരൊക്കെ. മരണത്തെ അറിയുന്നവരൊക്കെ അവർ പൂർണ്ണമായും മരണത്തിന് തയ്യാറായതാണ്, മരണത്തെ സ്വീകരിച്ചതാണ്. പലപ്പോഴും ഇത്തരം ഉപാസനയിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉപാസനയൊക്കെ സ്വീകരിക്കുന്ന സമയത്ത് ഈ ദേവതകൾ നമ്മുടെ ഉള്ളിലുണ്ടാവും, ദേവതാ ചൈതന്യങ്ങൾ. ആ ചില സമ്പ്രദായത്തിൽ ആ ദേവതയ്ക്ക്, അല്ലെങ്കിൽ ആ ദേവതയുടെ ഒരു അനുഗ്രഹം ആ വിഷയത്തിൽ നമുക്ക് വേണം. ആ ദേവതയും കൂടി തയ്യാറാകുമ്പോഴാണ് ശരീരം ഉപേക്ഷിച്ച് പോകാൻ സാധിക്കുന്നത്. അതിന് പ്രാദേശികമായി ഈ ചില ആൾക്കാരെ മരിക്കാതെ കിടക്കുകയും അവരെ ഗുളികയിൽ ഒഴിയുക എന്ന് പറയുന്നൊരു പദ്ധതി കുറച്ച് ദിവസമൊക്കെ കൊണ്ടുവന്ന് ഈ ഒഴിഞ്ഞെടുക്കുന്ന സമയത്ത് അവർക്ക് സുഖമരണം ഉണ്ടാവുകയും അവർ ആ പിടിച്ചു നിൽക്കുന്ന ജീവൻ പൂർണ്ണമായും ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ ജീവനെ വിട്ടുകൊടുക്കുന്ന കാഴ്ച പലപ്പോഴും കാണാറുണ്ട്. ഇതൊക്കെ പലപ്പോഴും അന്ധവിശ്വാസങ്ങളായിട്ടും അനാചാരങ്ങളായിട്ട് എണ്ണപ്പെടുന്നുണ്ടെങ്കിലും അതിലൊക്കെ അതിൻ്റെതായ വലിയൊരു ഫിലോസഫി ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണുന്ന ഒരു നന്മയും ഒരു അത്ഭുതമൊക്കെ ആയിരുന്നത്. ധാരാളം നമ്മുടെ നാട്ടിലൊക്കെ ഈ വൈദ്യവും മന്ത്രവാദമൊക്കെ ചെയ്തിരുന്ന, ഇന്ന് നമ്മൾ ഒരിക്കലും ജാതിയുടെ അടിസ്ഥാനത്തിൽ കീഴ്ജാതി മേൽജാതി എന്ന് പറയാൻ പാടില്ല, ഒക്കെ ഓരോ ഗോത്രങ്ങളാണ്. എന്നാലും നമ്മുടെ നാട്ടിലെ പെരുവണ്ണാൻ എന്നൊക്കെ വിളിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ് അന്ന് മന്ത്രവാദം വൈദ്യമൊക്കെ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ മന്ത്രവാദം, ഈ ഉപാസനകളൊക്കെ, മന്ത്രവാദം എന്ന് പറയുന്നത് പേടിപ്പെടുത്തുന്ന ഒരു കാര്യമായിട്ടാണ് പലപ്പോഴും കേൾക്കാറുള്ളത്. മന്ത്രം കൊണ്ട് വാദം ചെയ്യുന്നതാണ്. അപ്പം കോടതിയിൽ വക്കീലുണ്ട്, വക്കീൽ ചെയ്യുന്ന എന്താ? വാദിക്കലല്ലേ ഇത്. അതേമാതിരി മന്ത്രം കൊണ്ട് വാദം ചെയ്യുക, മന്ത്രം ഉപാസിച്ച് അല്ലെങ്കിൽ മന്ത്രം കൊണ്ട് അത്ഭുതങ്ങൾ ചെയ്യുക, മന്ത്രം കൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളതാണ് മന്ത്രവാദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതേപോലെ ഇതൊക്കെ ഒരു ഫിലോസഫിയാണ്. അപ്പം ആ രീതിയിൽ ഗുളികനെയും അതുപോലെ തന്നെ ഗണപതി, ഗുളികൻ എന്ന് പറയുന്ന ശക്തികളൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഓരോ സങ്കല്പങ്ങളാണ്. ഓരോ ഉപാസന ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓരോ സങ്കല്പങ്ങളിലും ഓരോ ചൈതന്യങ്ങൾ ഉണരുന്നുണ്ട്. അതിൻ്റെതായ രീതിയിൽ അതിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് ഈ ക്രിയയെ കൂടിയൊക്കെ ചെയ്യുന്നത്. ശാക്തേയത്തിൽ പങ്കെടുത്തുകൊണ്ട് മരിക്കാതിരിക്കുകയൊന്നുമില്ല, അതൊക്കെ ഒരു തെറ്റായ ധാരണയാണ്. പൂർണ്ണമായും ആ ഉപാസനയിൽ പങ്കെടുത്ത് ആ ക്രമം അനുസരിച്ച് പോവുകയാണെങ്കിൽ ഒരിക്കലും ഒരു വ്യക്തിക്ക് മരണം ഉണ്ടാവില്ല. അയാൾ ഈശ്വരനിൽ ലയിക്കുകയും ചെയ്യാം. ദേവത അയാളെ കൈപിടിച്ച് ആ ദേവതാ ലോകത്തേക്ക് കൊണ്ടുപോയിക്കോളും. ആ ഒരു അനുഭവമുണ്ട്. അല്ലെങ്കിൽ പൂർവികരൊക്കെ അങ്ങനെ പോയവരാണ്. നമ്മൾക്ക് അത്രയും വലിയ സങ്കല്പങ്ങളാണ് നമ്മുടെ കാവുകളിലും കുടുംബങ്ങളിലും ഒക്കെ ഉണ്ടായിരുന്നത്. അത് തീർച്ചയായിട്ടും സാധിക്കും. പക്ഷെ ആ ക്രമത്തിൽ വേണ്ടതുപോലെ ക്രമം ചെയ്യാതിരിക്കുകയും ആ ക്രമത്തിലുള്ള പദ്ധതികൾ പലപ്പോഴും വികലമാവുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ മരണസമയത്ത് വളരെ ചുരുക്കം ആൾക്കാർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു കാര്യമുള്ളത്. അതിനെ പരിഹരിക്കാനുള്ള വിധാനവും ക്രമങ്ങളിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അതുകൊണ്ട് അതൊന്നും ഭയക്കേണ്ട കാര്യമില്ല എന്ന് പറയും.